ഡിയേഴ്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ആണ് കേട്ടോ. പാർട്ട് 1. പുതിയ ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലെ, പുതിയ ബുക്കാണ് കേട്ടോ ടീച്ചറോട് എടുക്കുന്നത്. അപ്പം ഇതിൽ ഇംഗ്ലീഷ് 7th സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്താ നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് ഹാർമണി ഓഫ് മാർവൽസ് ആണ്. ഹാർമണി ഓഫ് മാർവൽസിൽ 3 ചാപ്റ്റർ ആയിട്ട് വരുന്നുണ്ട്. റോബോട്ട് വിത്ത് എ വൈറസ്, ആൻഡ് ഇൻ വണ്ടർ ആൻഡ് അമേസ്മെന്റ് ഐ സിംഗ് ഗ്ലിംസസ് ഓഫ് ദ എമിറേറ്റ്സ്. ഓക്കെ, ഇത് 3 ആയിട്ടാണ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് നമുക്ക് എ റോബോട്ട് വിത്ത് എ വൈറസ് എടുക്കാം. അപ്പം യൂണിറ്റ് 1 ഹാർമണി ഓഫ് മാർവൽസ് ആണ് അല്ലെ. എന്താണ് ഹാർമണി ഓഫ് മാർവൽസ്? വിസ്മയങ്ങളുടെ എന്താണ് ഹാർമണി അല്ലെ. എന്താണ് ഹാർമണി മീനിങ്? എന്താണ്? ഐക്യം, ഒത്തൊരുമ, പൊരുത്തം ഒക്കെ പറയാം അല്ലെ, യോജിപ്പ്. ഓക്കെ, അപ്പം വിസ്മയങ്ങളുടെ ഒരു ഒത്തൊരുമ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ദെൻ അതിൽ ഫസ്റ്റ് നോക്കൂ, വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. സോക്രട്ടീസ് പറഞ്ഞതാണ് അല്ലെ. വണ്ടർ ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. എന്താ? നോളജിന്റെ തുടക്കമാണ് എന്ത്? വണ്ടർ അല്ലെ. എന്താണ്? വിസ്മയം അല്ലെ. വണ്ടർ എന്ന് പറഞ്ഞാൽ വിസ്മയം അല്ലെ. അപ്പൊ എന്താണ്? അറിവിന്റെ തുടക്കമാണ് എന്ത്? വിസ്മയം അല്ലെ. സോക്രട്ടീസ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. നോക്കൂ, ദ ഡോർവേ. ലുക്ക് അറ്റ് ദ പിക്ചർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ്. നോക്കൂ, ഈ ചിത്രം കണ്ടോ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോബോട്ട്സ് ഉണ്ടല്ലോ ഇവിടെ. എന്തൊക്കെയാ ചെയ്യുന്ന ഈ റോബോട്ട്സുകൾ നോക്കിയേ, എന്തൊക്കെയാ ചെയ്യുന്നുണ്ട്? ഒരാളെ കയ്യിൽ ചൂലുണ്ട്, കെറ്റിലുണ്ട് അല്ലെ. പിന്നെ പല വർക്കുകളും ചെയ്യുന്നുണ്ട് അല്ലെ. വാട്ട് ആർ സം കോമൺ ടാസ്ക് ദാറ്റ് റോബോട്ട് ക്യാൻ പെർഫോം? കോമൺ ടാസ്ക് എന്താണ്? കോമൺ ആയിട്ട് ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയാണ് സാധാരണ ഈ റോബോട്ടുകൾ? ഒന്ന് പറഞ്ഞു നോക്കിയേ, എന്താണ് റോബോട്ടുകൾ ചെയ്യല്? കോമൺ എഡ്യൂക്കേഷനിലുണ്ട്, സ്പേസിൽ, അഗ്രികൾച്ചറിൽ അല്ലെ. അങ്ങനെ പല ഇതിലും എന്താണ് റോബോട്ടുകൾ പെർഫോം ചെയ്യാറുണ്ട് അല്ലെ. പിന്നെ ഹാവ് യു എവർ സീൻ ഓർ ഹേർഡ് ഓഫ് എ റോബോട്ട് ദാറ്റ് ഹെൽപ്പ് വിത്ത് എ ഹൗസ് ഹോൾഡ് കോഴ്സ്? എന്താണ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ വീട്ടുജോലി അല്ലെ. അപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ റോബോട്ട് എന്താണ് വീട്ടുജോലികൾ ചെയ്യാറുണ്ടോ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് ചെയ്യാം, കേട്ടിട്ടില്ലെങ്കിൽ നോ എന്ന് പറയാം. ഓക്കെ, ഇഫ് യു ഗെറ്റ് ദ സർവീസ് ഓഫ് എ റോബോട്ട് അറ്റ് ഹോം, വാട്ട് വിൽ യു മേക്ക് ഇറ്റ് ഡു? ഇനി നിങ്ങൾക്ക് ഒരു സർവീസ്, അതായത് ഒരു റോബോട്ടിന്റെ സർവീസ് നിങ്ങളെ വീട്ടിൽ കിട്ടിയെന്ന് വിചാരിച്ചോ, നിങ്ങൾ എന്തൊക്കെയാ അതിനെ കൊണ്ട് ചെയ്യിപ്പിക്കും? അത് എഴുതുക. ഓക്കെ, ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ്സ് ദാറ്റ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. എന്താണ് ഇവിടെ പറയുന്നത്? ലിസ്റ്റ് സം ഓഫ് ദ ഗാഡ്ജറ്റ് ആൻഡ് ഡിവൈസസ് യൂസ്ഡ് അറ്റ് ഹോം. വീട്ടിൽ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റിന്റെയും ഡിവൈസിന്റെ ഒക്കെ പേര് അല്ലെ. വീട്ടുപകരണങ്ങളും ഡിവൈസിന്റെ ഒക്കെ പേര് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്, TV ഉപയോഗിക്കുന്നുണ്ട്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതൊക്കെ നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ, ഇനി നോക്കൂ, ലെറ്റ് us read the story of a boy and a robot. ഇവിടെ നമുക്കൊരു സ്റ്റോറി ഉണ്ട്, ബോയിന്റെയും റോബോട്ടിന്റെയും ഒരു സ്റ്റോറിയാണ് ഇവിടെ പറഞ്ഞാൽ നമുക്ക് വായിക്കാം. ഓക്കെ, എ റോബോട്ട് വിത്ത് എ വൈറസ്. വൈറസ് ഉള്ള റോബോട്ട് അല്ലെ. നോക്കാം നമുക്ക്. ആരാ ഇത്? പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റൻ ആണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. എന്താണ്? ഒരു നല്ലൊരു സണ്ണി ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണ് അല്ലെ. സൂര്യപ്രകാശമൊക്കെ, സൂര്യനൊക്കെ ഉള്ള നല്ലൊരു മോർണിംഗ്, രാവിലെയാണ് അല്ലെ. ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. എന്താണ്? നല്ല തിളങ്ങുന്ന ഗോൾഡൻ സൺലൈറ്റുകൾ അല്ലെ. സൺലൈറ്റ് എന്താണ്? ഡാൻസ് ചെയ്യുന്നുണ്ട് ഈ സ്ട്രീറ്റിലൊക്കെ അല്ലെ. അതായത് സൂര്യപ്രകാശം തട്ടുന്നുണ്ട് അല്ലെ. നല്ല സൂര്യപ്രകാശമാണ് വരുന്നത്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. ഇതെന്താണ്? ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. എന്താണിത്? ഹൗസ് ടോപ്പിലെ വീടിന്റെ മുകളിൽ എന്താണ്? നല്ല ചൂടുള്ള, വാമായിട്ടുള്ള, ഇളം ചൂടുള്ള ഒരു നിറങ്ങൾ വിതറി അല്ലെ. എന്ത്? സൺലൈറ്റിന്റെ അത് അല്ലെ. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റീഫ്രഷിങ്. എന്താണ്? എയർ നല്ല റീഫ്രഷിങ് ആയിട്ടുള്ള ക്രിസ്പ് ആയിട്ടുള്ള ഇതാണ് അല്ലെ. ക്രിസ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ക്രിസ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്താ ചൂടുള്ള ഒരു ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നല്ല ചൂടുള്ളതും ഇളം ചൂടുള്ളതും പിന്നെ റീഫ്രഷ് ആയിട്ടുള്ളത്. ക്രിസ്പി നമ്മൾ റോസ്റ്റ് ഒക്കെ നല്ല ക്രിസ്പി ആയിരിക്കണം എന്നൊക്കെ പറയില്ല, അതെന്താണ്? അതറിയാലോ അല്ലെ. അത് അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നല്ല ഇളം ചൂടുള്ള റീഫ്രഷിങ് ആയിട്ടുള്ള നല്ലൊരു എയർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. മൊരിയുക എന്നാണ് ക്രിസ്പിൻ്റെ അല്ലേ. അപ്പം എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എന്താണ്? നല്ല ഒരു എന്താ പറയുക, നല്ലൊരു സുഖമുള്ളൊരു എയർ ആണെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ദ സൺബീംസ് പീപ്ഡ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. എന്താണ്? സൺലൈറ്റ് എന്താണ്? ഈ റിക്കീന്റെ റൂമിലേക്ക് അങ്ങനെ ഒളിഞ്ഞു നോക്കി അല്ലെ. അതായത് ഇങ്ങനെ എത്തി നോക്കി. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. റിക്കി എന്താ എപ്പോഴും ബെഡ് തന്നെയാണ് അല്ലെ, എണീറ്റിട്ടില്ല. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അവരെന്താണ്? ഒരു 11 വയസ്സായ ഒരു കുട്ടിയാണ് അല്ലെ. റിക്കി ലിവ്ഡ് ഇൻ എ ലവ്ലി ഫ്യൂച്ചറിസ്റ്റിക് ഹൗസ് which had everything you can ever want
but he was slovenly in his habits. He just threw his belongings all over the place. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് നോക്കിയേ. റിക്കി lived in a lovely futuristic house. എന്താണ് റിക്കി താമസിക്കുന്ന എവിടെയാണ്? നല്ല ലവ്ലി ആയ നല്ല പുതിയ മോഡലുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ എന്താണ്? വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. നിങ്ങൾക്ക് എപ്പം എന്ത് വേണമെങ്കിലും അവിടെ ഉണ്ടായിരിക്കും അത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. പക്ഷെ അവനവൻ്റെ കാര്യത്തിലൊക്കെ എന്താണ്? ഒരു മടിയനാണ്. സ്ലോവൻലി എന്ന് പറഞ്ഞാൽ എന്താ? അലസനാണ് അല്ലെ, അലസമായ എന്നൊക്കെ പറയില്ല, അതാണ് അല്ലെ. അവന് എന്താണ്? അവൻ്റെ കാര്യങ്ങളിലൊക്കെ അവൻ എന്താണ്? ഒരു അലസതയാണ് അവന് കാണിക്കുന്നത് അല്ലെ, ഒരു മടിയാണ് കാണിക്കുന്നത്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസസ്. ഇവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവൻ്റെ എല്ലാ സാധനങ്ങളും വീടിൻ്റെ എല്ലാ ഭാഗത്തോട്ട് വലിച്ചങ്ങോട്ട് എറിയും. ഇവന് ഒത്തിരി ശ്രദ്ധയില്ല. നിങ്ങൾ അങ്ങനെയാണോ? അങ്ങനെ ആകരുത് കേട്ടോ. ഒക്കെ ഒരു അടുക്കും ചിട്ടയിലൊക്കെ വേണം നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. നോക്കൂ, ഇവൻ്റെ സാധനങ്ങളൊക്കെ നോക്കിയേ. ബെഡ്ഷീറ്റാണ് ഇങ്ങനെ കിടക്കുന്നത്, നിലത്താണെങ്കിലുള്ള സാധനങ്ങളൊക്കെ അല്ലേ, വേസ്റ്റ് ബിന്നിലാണെങ്കിലും ചെരിഞ്ഞ് കിടക്കുന്നത് കണ്ടോ. ഇങ്ങനെ ഒരു എന്താ പറയുക, തീരെ വൃത്തിയില്ലാത്തൊരു ഇതാണ് അല്ലേ, ഒരു അലസനാണ്. അവൻ ആ കാര്യങ്ങൾ അവനെ തന്നെ ചെയ്താൽ മതി അവൻ്റെ റൂമാകുമ്പോൾ അല്ലേ. അപ്പോൾ അവനത് ചെയ്യുന്നില്ല, ഒരു അലസനാണ് അവൻ അല്ലേ. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണർ ഓഫ് ദ ഹൗസസ്. അപ്പോൾ അവൻ്റെ അമ്മ എന്താ ചെയ്യുന്നത്? അവൻ്റെ സാധനങ്ങളൊക്കെ വീടിൻ്റെ എല്ലാ മൂലയിൽ നിന്ന് ഇങ്ങനെ പെറുക്കി കൂട്ടി എടുത്തു വെക്കും അമ്മ. ഇവന് വലിച്ചെറിയുന്ന സാധനങ്ങളൊക്കെ അല്ലേ. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്. അവൻ്റെ അമ്മ ആരാണ്? ബാങ്കിലെ മാനേജറാണ് അല്ലേ. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. രാവിലെ തന്നെ അമ്മ വർക്കിന് പോകുന്നു അല്ലേ. ഷീ ഓൾവേസ് ഹാർഡ് വർക്ക് ഫോർ റിക്കി. അവരെപ്പോഴും എന്താണ്? റിക്കിക്ക് വേണ്ടി എപ്പോഴും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, നന്നായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഹാഡ് വർക്ക് ഫോർ ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. റിക്കിക്ക് വേണ്ടി എപ്പോഴും എന്താണ്? വർക്ക് ചെയ്യുമായിരുന്നു അല്ലേ. റിക്കി കീപ് ഓൺ യുവർ ബാഗ്, സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. എന്താണ്? റിക്കി കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. സ്റ്റഡി റൂമിൽ നിന്റെ ബാഗ് സൂക്ഷിച്ചു വെക്കുക. റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. റിക്കി നിന്റെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലിടൂ. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. റിക്കി നിന്റെ ടിഫിൻ ബോക്സ് വാഷ് ചെയ്യൂ. റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. റിക്കി നിന്നോട് എന്താണ് ടീഷർട്ടും ട്രൗസറൊക്കെ ഇസ്തിരി ഇട്ട് വെക്കൂ, അയൺ ചെയ്യൂ ആൻഡ് സോ ആണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അമ്മ പറഞ്ഞുകൊണ്ട് വെക്കും അല്ലേ. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷെ അവൻ എപ്പോഴും കളിക്കലാണ് അല്ലേ. ഇവിടെ നോക്കിയ ക്വസ്റ്റ്യൻ നോക്കിയേ. വൈ ആർ റിക്കീസ് ഹാബിറ്റ്സ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്ലോവൻലി. എന്തുകൊണ്ടായിരിക്കും റിക്കീൻ്റെ ഹാബിറ്റ്, റിക്കീൻ്റെ ആ ഹാബിറ്റ്സ് ഒക്കെ, റിക്കി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്ത് സ്ലോവൻലി അലസരാന്ന് പറയാൻ കാരണം എന്തുകൊണ്ടായിരിക്കും? ആൻസർ ചെയ്യാം കേട്ടോ. നോക്കാം. ഇനി നോക്കൂ. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൌണ്ട് ദ ഹൗസ്. എന്താ? റിക്കി എന്താണ്? ചുറ്റിലൊന്നും ചെയ്യൂല അല്ലെ, വീട്ടിലൊന്നും ചെയ്യൂല റിക്കി അല്ലെ. ബട്ട് ഹി വാസ് ആൻ എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. പക്ഷെ എന്താണ്? ഒരു ദിവസം ഭയങ്കര എക്സൈറ്റഡ് ആയില്ല. എന്താണ് കാരണം? അവൻ്റെ പാരൻസ് എന്താണ്? നല്ല ലേറ്റസ്റ്റ് മോഡലായ ഒരു ബട്ട്ലർ റോബോട്ടിനെ കൊണ്ടുവന്നു. എന്താ? ബട്ട്ലർ റോബോട്ടിനെ കൊണ്ടുവന്നു അല്ലേ. ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്. അത് വന്നതിന് ശേഷം എന്താണ്? ഓഫ് ഇറ്റ് വെന്റ് കുക്കിംഗ്, ക്ലീനിങ്, അയേണിങ് അല്ലേ. എന്താണ്? ഈ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അല്ലേ. റോബോട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നുണ്ട്, അയൺ ചെയ്യുന്നുണ്ട്, എസ്തിരിടുന്നുണ്ട്. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷെ എന്താ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റിക്കീൻ്റെ ഡ്രസ്സുകളൊക്കെ ഫ്ലോറിൽ നിന്നിട്ട് എടുക്കുക അല്ലെ, നിലത്ത് നിന്നിട്ട് എടുക്കുന്നതാണ് അല്ലേ ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് അല്ലേ അവിടെ. ഓൺ ദ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം, വെൻ ഹി വെൻ ടു സ്ലീപ്പ്, ഓനെ ഉറങ്ങാൻ പോയി അല്ലേ. ഹിസ് ബെഡ്റൂം വാസ് എ ഡിസാസ്ട്രസ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. അവൻ്റെ ബെഡ്റൂം എന്താണ്? ഭയങ്കര വൃത്തികേടായി നിൽക്കുകയാണ്. സാധാരണ ഉള്ളവർ തന്നെ അവൻ്റെ ബെഡ്റൂം വൃത്തികേടായി നിൽക്കുക തന്നെയാണ് അല്ലേ അവൻ ഉറങ്ങാൻ പോയപ്പോഴും. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ദ നെക്സ്റ്റ് മോർണിംഗ്, പക്ഷെ അവന് പിറ്റേന്ന് എണീറ്റപ്പോൾ എന്താ? എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. അവിടെയൊക്കെ നല്ല വൃത്തിയായി വീട്ടിൽ തിളങ്ങുന്നതായിട്ടുണ്ട് അല്ലേ, നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അല്ലേ. ഉറങ്ങാൻ പോയപ്പോൾ എന്താണ്? ഒക്കെ നിരത്തി വൃത്തികേടായിട്ട് നിലത്തൊക്കെ എന്തോ ഡ്രസ്സും ഒക്കെ ആയിട്ടായിരുന്നു അല്ലേ ഉറങ്ങാൻ പോയപ്പോൾ കണ്ടത്. പക്ഷെ എണീറ്റ് നോക്കിയപ്പോൾ നല്ല വൃത്തിയായി കിടക്കുന്നുണ്ട് അല്ലേ. Then, wonderful, how neat and tidy my room looks, he exclaimed. അപ്പോൾ അവനെ അത്ഭുതപ്പെട്ടു ഇല്ലേ. വണ്ടർഫുൾ, എന്തൊരു അത്ഭുതമാണ് അല്ലേ, എന്തൊരു വൃത്തിയും വെടിപ്പുമാണ് എൻ്റെ റൂം കാണാനെന്ന് അവൻ പറയുകയാണ് അല്ലേ. വാട്ട് ഹൗസ് ഹോൾഡ് കോഴ്സ് ഡിഡ് ദ ബട്ട്ലർ റോബോട്ട് ടേക്ക് ഓവർ. എന്ത് ഹൗസ് ഹോൾഡ് വർക്കുകളാണ്, അതായത് എന്തൊക്കെ വീട്ടുജോലികളാണ് ഈ ബട്ട്ലർ റോബോട്ട് എടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ദെൻ അറിയാലോ അല്ലേ, ചെയ്യുന്നതിൽ പറയുന്നുണ്ട് അല്ലേ. ഇൻ ഫാക്ട് കൂടാതെ ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. റിക്കി കുഡിൻ ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട് നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ. അപ്പൊ എന്താണ്? ഇൻഫാക്ട് കൂടാതെ ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ. നല്ല ക്ലീൻ ഒക്കെ ആയിട്ടുണ്ടെങ്കിലും എന്താണ്? റിക്കിന്റെ
കുഡിൻ ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട്, അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ട് കാണാൻ കഴിയുന്നില്ല അല്ലെ, അവന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുട്ബോളും കാണാൻ കഴിയുന്നില്ല അല്ലെ. അപ്പൊ അവിടെയൊക്കെ തെരഞ്ഞിട്ട് അവൻ തെരയുന്നില്ല അല്ലെ. അവനെന്താണ്, അവന് കാണാൻ കഴിയുന്നില്ല, എൻ്റെ ടീഷർട്ട് എവിടെയൊന്നും കാണുന്നില്ല, ഫേവറേറ്റ് ഫുട്ബോളും കാണുന്നില്ല അല്ലെ. അപ്പൊ അവൻ ചോദിക്കുക, അമ്മ where's my t-shirt, where's my ball, he pestered his mother. എന്താണ്, അവന് അമ്മേനോട് ചോദിക്കുക അല്ലെ, അമ്മ എന്താണ്, ഉമ്മ എന്ന് വിളിക്കൂല നമ്മള്, മദർ അല്ലേ, അതിന്റെ അല്ലേ. അപ്പൊ അമ്മ where is my ഫുട്ബോൾ, വേർ ഈസ് മൈ ടീഷർട്ട്, എൻ്റെ ടീഷർട്ട് എവിടെ, എൻ്റെ ഫുട്ബോൾ എവിടെയെന്ന് ഇങ്ങനെ എന്താണ് അവനിങ്ങനെ അമ്മേനോട് ചോദിച്ചുകൊണ്ട് നിൽക്കുക അല്ലെ. ഹി പെസ്റ്റഡ് ഹിസ് മദർ, എന്താണ് അമ്മേനെ ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുക അല്ലേ. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ അവൻ സെർച്ച് ചെയ്തില്ല, എല്ലായിടത്തും മുകളിലും താഴത്തും എല്ലായിടത്തും അവൻ സെർച്ച് ചെയ്തിട്ടും അവന് എന്താ അവന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അല്ലെ. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്, അവൻ ഒറ്റയ്ക്ക് തന്നെ ചോദിച്ചു, where could they have gone, ഇതൊക്കെ എവിടെ പോയതായിരിക്കും അവൻ ചോദിക്കുകയാണ് അല്ലേ. However much he searched during the day, അവനെന്താ അവന് പകല് മൊത്തം സെർച്ച് ചെയ്തു അല്ലെ. ദോസ് 2 items did not reappear, പക്ഷെ ഈ 2 items അവന് കാണാൻ കഴിഞ്ഞില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു, അതുപോലെ തന്നെ അവന്റെ അങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കാണാതാവുന്നുണ്ട് അല്ലെ. സെയിം അതേപോലെ തന്നെ എന്താ സെയിം ആയിട്ട് തന്നെ ഇങ്ങനെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അപ്പൊ റിക്കിക്ക് എന്തായി, അവന് എന്താ റിക്കിക്ക് എന്താ ഒരു സസ്പീഷ്യസ് ഒരു സംശയമായി, ആരെ, എന്താ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട് അല്ലെ. എന്താണ് നമ്മളെ ഗ്ലീമിംഗ് അല്ല സ്ഫുരിക്കുന്ന ബട്ട്ലർ റോബോട്ടിന് എന്താണ് സംശയമായി അല്ലെ. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്, എനിക്ക് തോന്നുന്നു ഇവന്റെ വർക്ക് ആണോ ഇത് ഇങ്ങനെ അവന് തോന്നുകയാണല്ലേ. ഹി തോടാൻ വിചാരിച്ചു അല്ലെ. ഹി ഹാച്ച്ഡ് എ പ്ലാൻ ടു സ്പൈ ഓൺ ദ റോബോട്ട്. അപ്പൊ എന്താക്കി അവനൊരു പ്ലാൻ ഇട്ട്, എന്താ അവന് എന്താക്കി ഒരു സ്പൈ പറഞ്ഞാൽ ചാരനാവുക, റോബോട്ടിന്റെ ചാരനാവാൻ പ്ലാൻ ഇട്ട്, അവനാണോ എടുക്കുന്നതെന്ന് അറിയാൻ വേണ്ടിട്ട്. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൌണ്ട് ദ ഹൗസ്, എന്താക്കി അവനെ ഫോളോ ചെയ്യും അല്ലെ. അപ്പൊ എന്താണ് വീടിന് ചുറ്റുമായിട്ട് ഇവനെ ഇങ്ങനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അല്ലെ. ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്, എന്താണ് ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. റെഡ് ഹാൻഡഡ് ഇവിടെ ഉദ്ദേശിക്കുന്നതാണ് അവന്റെ ഇവിടെ റെഡ് ഹാൻഡഡ് അല്ലെ, ചുവപ്പ് കൈന്നാണ് അല്ലെ. എന്താണ് ചുവപ്പ് കൈ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, കള്ളൻ എന്നുള്ളതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ ഓദർ അങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ, റെഡ് ഹാൻഡഡ് അങ്ങനെയാണ് സാധാരണ പറയല്. ഓക്കെ, അപ്പൊ എന്താണ് അവര് പിടിച്ചു അല്ലെ, ഈ റെഡ് ഹാൻഡഡിനെ പിടിച്ചു അല്ലെ, തീഫിനെ പിടിച്ചു. while it കള്ളനെ പിടിച്ചു അല്ലെ. while it was picking up one of his clothes, എന്താണ് ഇവന്റെ ഒരു ഡ്രസ്സ് അവന് എടുത്ത സമയത്ത് റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. റിക്കി എന്താക്കി എടുത്തല്ല അവന്റെ ഡ്രസ്സ് നിലത്ത് നിന്ന് എടുത്ത സമയത്ത് റിക്കി എന്താക്കി റോബോട്ട് അറിയാതെ സൗണ്ട് ഒന്നും ഉണ്ടാക്കാതെ റോബോട്ടിനെ പിന്തുടർന്നു, ഫോളോ ചെയ്തു. ടു ഹിസ് സർപ്രൈസ് എന്താ he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. എന്താണ് അവിടെ ഇവനെ അത്ഭുതപ്പെടുത്തിയ എന്താണ്, അവൻ കണ്ട എന്താ റോബോട്ട് എന്താണ് അവന്റെ ടീഷർട്ടൊക്കെ നല്ല വൃത്തിയിൽ മടക്കി വെക്കുകയാണല്ലേ, ഫോൾഡ് ചെയ്ത് വെച്ചിട്ട്. എന്നിട്ട് എന്താണ് സൂക്ഷിക്കുകയാണ് എവിടെ, പൈൽ ഓഫ് ക്ലോത്ത്സ് ഇൻ ദ സ്റ്റോറൂമിലുള്ള ഡ്രസ്സിന്റെ കൂട്ടത്തിൽ നല്ല വൃത്തിയിൽ മടക്കി വെച്ചിട്ട് അവിടെ എടുത്തു വെച്ചതാണ് ഈ റിക്കി കണ്ടത് അല്ലെ. വാട്ട് ഡസ് ദ ഓദർ മീൻ ബൈ ദ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്? ഇവിടെ ഓദർ എന്താണ് ഉദ്ദേശിച്ചത്, ഈ ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം എന്താണ് എന്നാണ് ഉദ്ദേശിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഓഫ് ഹി വെന്റ് റണ്ണിങ് ടു ഹിസ് പാരന്റ്സ്. അപ്പം മടക്കി വെക്കുന്നതാണല്ലോ ഇവിടെ കണ്ടത് അല്ലെ. അപ്പൊ അത് കണ്ടപ്പോ എന്താക്കി ഇവര് പാരന്റ്സിന്റെ അടുത്തേക്ക് ഓടിപ്പോയി അല്ലെ. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഈസ് ഫാൾട്ടി. എന്താണ് അച്ഛാ, എന്താണ് ഈ ബട്ട്ലർ റോബോട്ട് എന്താണ് ഫാൾട്ടാണ്, തെറ്റാണ് അല്ലെ. ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. എന്താണ് ഇവനെ എന്റെ സാധനങ്ങളൊക്കെ എന്താണ് അപഹരിക്കുന്നുണ്ട് അല്ലെ. ഫിൽച്ച്ഡ് പറഞ്ഞാല് അപഹരിക്കുക എന്നാണ് അല്ലെ, കളവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പം ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സിന്റെ സാധനങ്ങളൊക്കെ അവൻ എടുക്കുന്നുണ്ട്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. എനിക്ക് തോന്നുന്നു അവനെ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്യലാണല്ലോ. അപ്പൊ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്താണ് ബാഡ്ലി ആയിട്ട്, തെറ്റായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് പറഞ്ഞല്ലേ. ലെറ്റ് us send him off. അവൻ എന്താണ് പറഞ്ഞയക്കാൻ പറഞ്ഞല്ലേ. അബ്സല്യൂട്ട്ലി നോട്ട്, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞില്ലേ. ഫാദർ ഷുക്ക് ഹിസ് ഹെഡ്. അച്ഛന്റെ തല കുലുക്കിയോണ്ട് പറഞ്ഞു നോ, അബ്സല്യൂട്ട്ലി നോട്ട് എന്ന് പറഞ്ഞില്ലേ. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. ഇവന് എന്താണ് റോബോട്ടിന്റെ ഇടയിൽ തന്നെ എക്സ്പേർട്ട് ആണ് ഇവന് അല്ലെ, നല്ലൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള റോബോട്ടാണ് ഇവന്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. എന്താണ് അവന് ഡിലൈറ്റഡ് ഹാപ്പി വിത്ത് ദ ന്യൂ ബട്ട്ലർ.
he had been delighted with the new butler. It was a dream come true. എന്താണ് എന്ത് സ്വപ്നാണ് എന്ത് യാഥാർത്ഥ്യമാക്കുന്നത് അല്ലെ. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ്. പക്ഷെ റിക്കി എന്താണ് അതൊന്നും എന്താക്കുന്നില്ല, പിടിവാശി കാണിക്കുകയാണ് അല്ലെ, ഒന്നും സമ്മതിക്കുന്നില്ല അല്ലെ. I want to get rid of him. എനിക്ക് എന്താ പറഞ്ഞേക്കണം. A heated arguments between Ricky and his father followed. അപ്പൊ എന്താണ് നല്ല ചൂടുള്ള എന്താണ് ആർഗ്യുമെന്റ് ആണ് എന്ത് അച്ഛനും റിക്കിയും തമ്മിൽ നടക്കുന്നത് അല്ലെ. ഫാദർ പറയാണ് എ റോബോട്ട് ഇസ് എ വണ്ടർഫുൾ ഡിവൈസ്. റോബോട്ട് എന്താണ് നല്ല വണ്ടർഫുൾ ആയിട്ടുള്ള ഡിവൈസ് ആണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അത് നോക്കുക, ചെയ്യുന്ന എന്തൊക്കെ ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെയാ നോക്കുക എന്ന് പറഞ്ഞു അല്ലെ റിക്കി. ഐ ഡോണ്ട് തിങ്ക് സോ. എനിക്ക് നോക്കേണ്ടത് ആവശ്യമില്ല അല്ലെ. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അവൻ ചെയ്യുന്ന എന്താണ് നല്ല ഗുഡിന്റെ ആയിട്ടാണ് കൂടുതൽ ബാഡ് ആയിട്ടാണ് അവൻ ചെയ്യുന്നതെന്ന് റിക്കി പറയാണ് അല്ലെ. അപ്പൊ ഫാദർ പറയുന്നത് എന്താണ്, യു ആർ റോങ് റിക്കി, നീ തെറ്റാണ് റിക്കി, നീ പറയുന്നത് തെറ്റാണ്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നിനക്ക് മനസ്സിലാവുന്നില്ല ഈ എങ്ങനെയാണ് റോബോട്ട് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിനക്ക് മനസ്സിലാവുന്നില്ല എന്ന് അച്ഛൻ പറയാണ് അല്ലെ. അപ്പൊ റിക്കി എന്താ പറയുന്നത്, ഐ കാൻറ്റ് അഗ്രി വിത്ത് യു. എനിക്ക് നിങ്ങളെ അഗ്രി ചെയ്യാൻ കഴിയില്ല അല്ലെ, നിങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയില്ല. എ റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം. റോബോട്ട് എന്താണ് വലിയ പ്രോബ്ലം തന്നെയാണ്. ഇഫ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അതിനെന്താണ് നന്നായി പ്രോപ്പർ ആയിട്ട് പ്രോഗ്രാം ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയൊരു പ്രോബ്ലം തന്നെയാണെന്ന് റിക്കി പറയാണ്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരന്റ്സ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. റിക്കി ഇങ്ങനെ അവന്റെ പാരന്റ്സിനോട് എന്താണ് കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണല്ലേ. ഈ റോബോട്ട് അവന്റെ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ചു വെക്കുന്നതിനെ കുറിച്ചിട്ട് എന്താണ് റിക്കി ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തുകൊണ്ട് നിൽക്കുക അല്ലെ. ദാറ്റ് ഔട്ട്വെയ്ഡ് വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹി ഡിഡ്. അപ്പൊ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തോണ്ടിരിക്കുകയാണല്ലേ, പരാതിപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. അതാണെങ്കിൽ അവന് എന്താ ചെയ്ത ചെറിയ ഉപകാരപ്രദമായ കാര്യങ്ങളെക്കാൾ വലുതായിരുന്നു ഇങ്ങനെ ഇവൻ കംപ്ലൈന്റ് ചെയ്യുന്നത് അല്ലെ. ഇവൻ ചെയ്യുന്ന ഉപകാരത്തിൻ്റെയും എന്താണ് അവൻ ചെയ്യുന്ന ഉപകാരപ്രദമായ കാര്യങ്ങളെക്കാൾ വലുതായിരുന്നു അതും. എന്താണ് ഇവൻ ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്യല്ലേ. റോബോട്ട് നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലെ, പക്ഷെ ഓൻ അത് കംപ്ലൈന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. വൺ ഡേ ദ റോബോട്ട് who was wearing past heard the boys complaint. എന്താണ് ഒരു ദിവസം റോബോട്ട് എന്താക്കി അതിലൂടെ ഇങ്ങനെ നടന്നു പോയപ്പോൾ ഈ ബോയിന്റെ ഈ റിക്കിന്റെ കംപ്ലൈന്റ് കേട്ടില്ലേ. ദ റോബോട്ട് റിട്ടേൺ വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഇറ്റ്സ് ക്ലോത്ത്സ് അല്ലെ. അപ്പൊ റോബോട്ട് എന്താക്കി, റോബോട്ട് എന്താണ് ഇവന്റെ റിക്കിന്റെ ഷൂവിന്റെ പേരിൽ ജോഡി ഷൂവും അതുപോലെ അവന്റെ കുറച്ച് ക്ലോത്ത്സും എടുത്ത് തിരിച്ചു വന്നു അല്ലെ. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് എ ബോദറിങ് യു. എനിക്കറിയില്ല അത് നിങ്ങളെ എത്ര ബാധിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അറിയില്ല. സെഡ് ദ ബട്ട്ലർ ഇൻ ഹിസ് മെറ്റാലിക് വോയിസ്. എന്താണ് ഈ ബട്ട്ലർ റോബോട്ട് പറയുകയാണ് അല്ലെ. അയാൾ എന്താണ് റോബോട്ടാണല്ലോ, അപ്പൊ അതിന്റെ സൗണ്ട് നമ്മളെ പോലെ ആയിരിക്കൂല അല്ലെ, അതൊരു മെറ്റാലിക് വോയിസിലേക്ക് അല്ലെ എന്ന് പറഞ്ഞൊരു സൗണ്ട് ഉണ്ടാവില്ലേ, ആ വോയിസിൽ പറയാണ് അല്ലെ. ഹിയർ സർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. ഇത് നിങ്ങളെ ബാധിക്കുന്നത് എനിക്ക് അറിയില്ല. ഹൗ കുഡ് ഇറ്റ് നോട്ട്, യു തീഫ്, യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. എന്താണ് എങ്ങനെ ഇത് ശരിയാവുക, നീ തീഫാണ്, കള്ളനാണ് അല്ലെ. നീ എന്താണ് നീ എപ്പോഴും എന്താണ് ചെയ്യുന്നത്, നീ ഇങ്ങനെ ആഴ്ചകളായിട്ട് എന്റെ സാധനങ്ങളൊക്കെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ പറയുന്ന ഹിയർ സാർ, ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. വാട്ട് ഡസ് ദ റോബോട്ട് മീൻ. ഇവിടെ എന്താണ് റോബോട്ട് ഉദ്ദേശിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ് വാസ് ബോദറിങ്, ഇത് നിങ്ങളെ ബാധിക്കുന്നതാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയുന്നു അല്ലെ. എന്താണ് ഇവിടെ റോബോട്ട് ഉദ്ദേശിച്ചതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലൈയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. എന്താണ് ഞാൻ നിങ്ങളെ സാധനങ്ങളൊക്കെ ഫ്ലോറിൽ നിലത്ത് ഞാൻ ചിതറി നിൽക്കുന്നത് കണ്ടു, നിലത്ത് കിടക്കുന്നത് കണ്ടു. ഞാൻ വിചാരിച്ചത് എന്താണ് ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് നിലത്ത് ഇട്ടതെന്നാണ് ഞാൻ വിചാരിച്ചത്. ഐ ആം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എന്താണ് ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനാണ് എന്നെ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. എന്താണ് രാത്രിയിൽ എന്താക്കും ഞാൻ അതൊക്കെ, അപ്പൊ എന്താണ് രാത്രിയിൽ സാധനങ്ങളൊക്കെ എന്താ ആൾക്കാർ ഉപയോഗിക്കുന്ന ഇടത്തേക്ക് ഞാൻ മാറ്റി വെക്കും അല്ലെ. അതാണ് പറയുന്നത് അല്ലെ. ഐ സെൻഡ് ദം ഒക്കെ എന്താ സാധനങ്ങളൊക്കെ അവിടെ മാറ്റി വെക്കും. ഐ ആം മാക്സിമം എഫിഷ്യൻസി മെഷീൻ അല്ലെ. ഞാൻ എന്താണ് ഒരു മാക്സിമം എഫിഷ്യൻസി മെഷീൻ ആണ്. വേർ യു അൺഅവെയർ ഓഫ് ഇറ്റ്, ദ റോബോട്ട് സെഡ് വിത്ത് എ സെർട്ടൈൻ പ്രൈഡ്. അപ്പൊ നിങ്ങൾ അതിന് ബോധവാനല്ലാത്ത ഒരാളായിട്ടാണ് തോന്നുന്നത് ആരാണ് റോബോട്ട് പറഞ്ഞില്ലേ. വിത്ത് എ സെർട്ടൈൻ പ്രൈഡ്, ഒരു അഭിമാനത്തോടു കൂടി റോബോട്ട് പറഞ്ഞില്ലേ. റിക്കി വാസ് അഷെയിംഡ്, റിക്കി എന്തായി നാണം കെട്ടില്ലേ. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. എന്താണ് ഇവന്
റോബോട്ട് എന്താ അവിടെ പറഞ്ഞത്? റോബോട്ട് പറഞ്ഞ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെയാണ് താഴെ ഇടരുന്നതാണ് അല്ലേ. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ് എന്റെ ഡ്യൂട്ടി. ഞാൻ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ. അപ്പൊ നിങ്ങൾ അതിലെന്താണ് ബോധവാനല്ലാത്തത് കൊണ്ടാണ് റിക്കിനോട് പറഞ്ഞല്ലേ. അപ്പൊ റിക്കി എന്തായാലും നാണം കിട്ടില്ല. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. എന്താ റിക്കി ജീവിതകാലം മുഴുവൻ ചെലവഴിച്ചത് എന്താണ്? അവൻ ഉപയോഗശൂന്യമായെന്ന മട്ടിലാണ് അല്ലെ. അവ ഒക്കെ എന്താണ് ഉപയോഗശൂന്യമാണെന്ന മട്ടിലാണ് അല്ലെ. അവക്കെ നിലത്തിടലും ഇതാക്കലൊക്കെ ആണല്ലേ അല്ലെ. അപ്പൊ അവനൊന്നും എന്താണ് കാര്യമാക്കിയിട്ടില്ലായിരുന്നു. ഹി കെയർഡ് ഫോർ നത്തിങ്. അവനൊന്നും കാര്യമാക്കിയിട്ടില്ലായിരുന്നു അല്ലെ. Yet there were many people in the world who would have been delighted to have Ricky's things. എന്താണ് ഇവിടെ പറയുന്നത്? എന്നിട്ട് റിക്കിയുടെ സാധനങ്ങൾ കിട്ടിയാൽ എന്താണ് എന്നിട്ട് എന്താ റിക്കിയുടെ സാധനങ്ങൾ കിട്ടിയാൽ സന്തോഷിക്കുന്ന ധാരാളം ആളുകൾ എന്താണ് ലോകത്തുണ്ടായിരുന്നു അല്ലെ. ലോകത്തുണ്ടായിരുന്നു. അൺലൈക്ക് ഹിം എന്താണ് അവനെ പോലെയല്ല. ദേ വുഡ് ഹാവ് ടേക്കൺ ഗുഡ് കെയർ ഓഫ് ദം ടു. എന്താണ് അവരും അവരും എന്താണ് ആ സാധനങ്ങളൊക്കെ നന്നായി പരിപാലിക്കുമായിരുന്നു അല്ലെ. He realized that the robot was neither broken nor misprogrammed. എന്താണ് അപ്പൊ അവൻ എന്താണ് മനസ്സിലായി അല്ലെ. റോബോട്ട് എന്താണ് പൊട്ടിയതും അല്ല മിസ്പ്രോഗ്രാംഡും അല്ലാതെ അവന് മനസ്സിലായി അല്ലെ. റേദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ അല്ലെ. മറിച്ച് എന്താണ് അത് വളരെ നന്നായി തന്നെയാണ് പ്രോഗ്രാം ചെയ്തത് എന്താണ് ഈ റിക്കിക്ക് മനസ്സിലായി അല്ലെ. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. അതിനുശേഷം എന്താ റിക്കി തീരുമാനിച്ചെന്ത്? അവൻ നല്ലൊരു കുട്ടിയാണെന്ന് അല്ലെ. മാക്സിമം എഫിഷ്യൻസി ബോയ് ആണെന്ന് തീരുമാനിച്ചു അല്ലെ. ഹി പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹി ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ എന്താക്കി? അവൻ നല്ലൊരു കെയർ തന്നെ കൊടുത്തു, നല്ല ശ്രദ്ധ തന്നെ കൊടുത്തില്ല. അവന്റെ എല്ലാ സാധനങ്ങളിലും അവന് നല്ല ശ്രദ്ധ തന്നെ കൊടുത്തു. ഹി കെപ്റ്റ് ദം ടൈഡി ആൻഡ് മേഡ് ഷുവർ ഹി ഡിഡ്ന്റ് have more than what was necessary and he took a leaf out of the robot's book. എന്താ അവിടെ പറയുന്നത്? അവന് ആവശ്യത്തിൽ കൂടുതൽ ഇല്ലെന്നും അവന് ഓരോ സാധനങ്ങൾ നമുക്കൊക്കെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടല്ലേ, ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ് ആവശ്യത്തിൽ കൂടുതൽ ആയിട്ട് അവരൊന്നും ഉപയോഗിക്കുന്നില്ല അല്ലെ. അപ്പൊ അത് ആവശ്യത്തിൽ കൂടുതൽ ഇല്ലെന്നും അവന് ഉറപ്പുവരുത്തുകയും ചെയ്തു. പിന്നെ എന്താ അവിടെ പറയുന്നത്? ആൻഡ് ഹി ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക് അല്ലെ. അവൻ എന്താണ് അവൻ റോബോട്ടിന്റെ പുസ്തകത്തിൽ നിന്നും ഒരു ഇലെടുത്ത് വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹി ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. എന്താണ് ഇവിടെ പറയുന്നത്? തന്റെ പോക്കറ്റ് മണി ഉപയോഗിച്ച് അവൻ എന്താക്കി? ആളുകളെ സഹായിക്കാനും അവർക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാനും തുടങ്ങി. ഓക്കെ, അപ്പൊ അതാണ്. അപ്പം റോബോട്ട് എന്താക്കി? അവന്റെ കണ്ണ് തുറപ്പിച്ചു അല്ലെ. അപ്പൊ അവന് ഒരുപാട് സാധനങ്ങൾ കൂടുതലായിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ആ കൂടുതലുള്ള സാധനങ്ങളൊക്കെ എന്താക്കി? ഇവന് കൂടുതൽ ബാക്കിയുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും പിന്നെ അവന്റെ പോക്കറ്റ് മണിനോട് എന്താക്കി? ആൾക്കാരെ സഹായിക്കുകയും പിന്നെ ആൾക്കാർക്കുള്ള സാധനങ്ങൾ വാങ്ങി കൊടുക്കുകയും ചെയ്തു അല്ലെ. വാട്ട് ചേഞ്ചസ് കെയിം അബൌട്ട് ഇൻ റിക്കീസ് ബിഹേവിയർ. ഇപ്പൊ എന്തൊക്കെ മാറ്റങ്ങളാണ് റിക്കിയുടെ സ്വഭാവത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറി ഇഷ്ടമായോ? നല്ല സ്റ്റോറിയാണ് അല്ലേ. അപ്പൊ എന്താണ് എഴുതിയിരിക്കുന്ന ആരാണ്? അബൌട്ട് ദ ഓദറിനെ കുറിച്ചിട്ട് കേട്ടോ. പെഡ്രോ പാബ്ലോ ക്രിസ്ത്യൻ ആണ് അല്ലെ. വാസ് ബോൺ ഇൻ മാൻഡ്രിഡ്, സ്പെയിൻ ഇൻ 1973. സ്പെയിനിൽ 1973 അദ്ദേഹം ജനിച്ചത്. ഹി ഹോൾഡ്സ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ മാനേജ്മെന്റ്. അദ്ദേഹം എന്താണ് മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുണ്ട് മാനേജ്മെന്റ് അല്ലെ. ഹിസ് പാഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് റൈറ്റിംഗ് ലെഡ് ഹിം ടു ക്രിയേറ്റ് എ കളക്ഷൻ ഓഫ് ഷോർട്ട് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ ഓൺ വാല്യൂസ്. കുട്ടികൾക്ക് വാല്യൂസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ഒരുപാട് അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലെ. അതിനോടുള്ള താല്പര്യമുണ്ട് അല്ലെ, എഡ്യൂക്കേഷനോട് താല്പര്യമുണ്ട്. അപ്പം എന്താണ് അങ്ങനെ കുട്ടികൾക്കുള്ള സ്റ്റോറീസ് ആണ് അദ്ദേഹം, നല്ല വാല്യൂബിൾ ആയിട്ടുള്ള സ്റ്റോറീസ് ആണ് അദ്ദേഹം എഴുതിയത്. സം ഓഫ് ഹിസ് സ്റ്റോറീസ് ഹാവ് ബീൻ കളക്റ്റഡ് ആസ് ആൻ ഓഡിയോ ബുക്ക് ടൈറ്റിൽ ദ പെഡ്രോ ഫാബിൾ കളക്ഷൻ. അദ്ദേഹത്തിന്റെ സ്റ്റോറീസിന്റെ ചിലത് കളക്ട് ചെയ്തിരുന്ന ഓഡിയോ ബുക്കിന്റെ പേര് പെഡ്രോ ഫാബിൾ കളക്ഷൻ എന്നുള്ള പേരിൽ ബുക്ക് ടൈറ്റിലും ചെയ്തിട്ടുണ്ട്. ഹിസ് ഫേമസ് ഷോർട്ട് സ്റ്റോറീസ് ഇൻക്ലൂഡ് റെഡ് മൂൺ, ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ലേസി ലിറ്റിൽ ബേർഡ്, ദ മോക്കിംഗ് ടൈഗർ ആൻഡ് ദ ട്രീ ആൻഡ് ദ വെജിറ്റബിൾസ് അല്ലെ. ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്താണ് ഫേമസ് ആയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസ് ആണ്. ഓക്കെ, ദെൻ നോക്കൂ ഇവിടെ These are some of the events that are described in the story. Read them carefully. ഇതെന്താണ്? ഈ സ്റ്റോറിയിലുള്ള കുറച്ച് ഇവന്റ്സുകളാണ് ഇവിടെ താഴെ തന്നിരിക്കുന്നത് കേട്ടോ. അതെന്താക്കുക? നന്നായി ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ട് എന്താ ഇവിടെ പറയുന്നത്? അറേഞ്ച് ദ ഇവന്റ്സ് ഇൻ ഓർഡർ. ഇതിനെന്താണ് ജംബിൾഡ് ഓർഡറിലാണ് തന്നിരിക്കുന്നത് അല്ലെ. അത് കറക്റ്റ് ഓർഡറിലാക്കണം നിങ്ങൾ. ഓക്കെ, ഫസ്റ്റ് എന്താ പറയുന്നത്? റിക്കി സെർച്ചസ് ഓഫ് ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. റിക്കി എന്താണ്
അവൻ്റെ ടീഷർട്ടും ഫുട്ബോളും ഒക്കെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. റിക്കീൻ്റെ പാരൻസ് എന്താക്കി ബട്ട്ലർ റോബോട്ടിനെ വാങ്ങി. റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. ബട്ട്ലർ റോബോട്ടിനെ കുറിച്ച് റിക്കി എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരുന്നു. റിക്കീസ് മദർ ഗീവ്സ് ഹിം കോഴ്സ് ടു ഡു അറൌണ്ട് ദ ഹൗസ്. എന്താണ് റിക്കീൻ്റെ അമ്മ എപ്പോഴും അവനക്ക് ചെറിയ ചെറിയ വീട്ടുജോലികൾ ചെയ്യാൻ കൊടുത്തിരുന്നു. അത് ചെയ്യുന്നൊക്കെ പറയലുണ്ടല്ലേ. വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്, പിന്നെ അതുപോലെ അയൺ ട്രൗസറും ഷർട്ടും ഇതൊക്കെ ഇസ്തിരി ഇടുന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലേ. അത് റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് പൊസിഷൻ. അതിന് എന്താ റിക്കി തുടങ്ങി സ്റ്റാർട്ട് ചെയ്തത് നല്ല ശ്രദ്ധിക്കാൻ തുടങ്ങി. റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. റിക്കിന്റെ തീരുമാനിച്ചു എന്താ നല്ലൊരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആവണമെന്ന് തീരുമാനിച്ചു. റിക്കി വേക്സ് അപ്പ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. റിക്കി എഴുന്നേറ്റപ്പോൾ അവൻ്റെ റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ട് കണ്ടു അല്ലേ. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൌണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. റിക്കി ഫോളോ ചെയ്തു ഈ ബട്ട്ലർ റോബോട്ടിനെ വീടിന് ചുറ്റും സ്പൈ ആയിട്ട് ഫോളോ ചെയ്തു. റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ്. റിക്കി എന്താക്കി ക്യാച്ച് ചെയ്തത് അവൻ്റെ കയ്യോടെ പിടിച്ചു അല്ലേ. അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തത് അവൻ കയ്യോടെ പിടിച്ചു. റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് ഹൗ ഹി ട്രീറ്റഡ് ഹിസ് ബിലോങ്ങിങ്സ്. റിക്കിക്ക് ഭയങ്കര നാണക്കേടായി അല്ലേ. അവൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തെന്നുള്ളത് നാണക്കേടായി. ഇതാണ് അതിൻ്റെ മീനിങ്. എന്താണ് അതിനെ അറേഞ്ച് ചെയ്യണം അല്ലേ. ഫസ്റ്റ് ഏതാ പറഞ്ഞിരിക്കുന്നത് റിക്കീസ് പാരൻസ് പർച്ചേസ് ദ ബട്ട്ലർ റോബോട്ട്. അതാണ് ഫസ്റ്റ് വരുന്നത് അല്ലേ. എന്താണ് റിക്കി എന്താക്കി റിക്കിൻ്റെ പാരൻസ് ബട്ട്ലർ റോബോട്ടിനെ പർച്ചേസ് ചെയ്ത് അല്ലേ. അതാണ് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അതിലേതാണ് അതാ ഈ രണ്ടാമത്തെ ഒന്ന്. പിന്നെ അടുത്ത ഏതാണ് റിക്കീസ് മദർ ഗീവ്സ് ഹിം കോഴ്സ് ടു ഡു അറൌണ്ട് ദ ഹൗസ് അല്ലേ. അതാണ് രണ്ടാമത്തെ വരുന്നത്. മൂന്നാമത്തെ ഏതാ വരുന്നത് റിക്കി വേക്കപ്സ് ടു ഫൈൻഡ് ഹിസ് റൂം പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. പിന്നെ അടുത്തത് എന്താ വരുന്നത് ഏതാ വരുന്നത് അടുത്തത് ഇതാ വരുന്നത് അല്ലേ. റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ അല്ലേ. പിന്നെ അടുത്ത ഏതാ എഴുതേണ്ടത് ഇത് അല്ലേ. റിക്കി ഫോളോസ് ദ ബട്ട്ലർ റോബോട്ട് അറൌണ്ട് ദ ഹൗസ് ടു സ്പൈ ഓൺ ഇറ്റ്. ഓക്കെ. പിന്നെ അടുത്ത ഏതാ വരുന്നത് ഇതില്ലേ. റിക്കി ക്യാച്ചസ് ദ ബട്ട്ലർ റോബോട്ട് റെഡ് ഹാൻഡഡ് അല്ലേ. പിന്നെ അടുത്ത ഏതാ വരുന്നത് റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. അതാണ് അടുത്ത് വരിക അല്ലേ. പിന്നെ അടുത്ത ഏതാ വരുന്നത് റിക്കി ബിക്കംസ് അഷെയിംഡ് ടു ഹിസ് ഹൗ ടു ബിഹേവ് ഹിസ് ബിലോങ്ങിങ്സ് അല്ലേ. ഇത് അല്ലേ. പിന്നെ എന്താണ് അടുത്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഹിസ് പൊസിഷൻ അല്ലേ. അതാണ് അടുത്ത് വരുന്നത്. പിന്നെ നെക്സ്റ്റ് റിക്കി ഡിസൈഡ്സ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. ഇതാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഓർഡർ വരുന്നത്. ഇതാണ് അറേഞ്ച് ചെയ്ത് കേട്ടോ. ഇനി എന്താക്കുക ഇതൊക്കെ ഓർഡറായിട്ട് നിങ്ങൾ താഴെ ആ സ്പേസ് തന്നില്ലേ അവിടെ എടുത്ത് എഴുതുക. ഓക്കെ. നോക്കൂ ഇവിടെയാണ് അത് എഴുതേണ്ടത് കേട്ടോ. റിക്കി ഡിസൈഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി. റൈറ്റ് എ പാരഗ്രാഫ് യൂസിങ് ദ ഇവന്റ്സ് ഡിസ്ക്രൈബ്ഡ് അബവ്. ഈ തന്നിരിക്കുന്നത് നിങ്ങൾ പാരഗ്രാഫ് ആക്കി എഴുതുക കേട്ടോ. നമ്മളിവിടെ എഴുതിയില്ല അത് കറക്റ്റ് ഓർഡറിൽ നമ്മളാക്കിയല്ലോ. ആ ഓർഡറിൽ ആക്കിയത് നിങ്ങൾ പാരഗ്രാഫ് ആയിട്ട് ഇവിടെ എഴുതുക കേട്ടോ. ഓക്കെ. അപ്പോൾ ടീച്ചർ ഇനി അടുത്ത ഭാഗം ആക്ടിവിറ്റീസ് താഴെയുള്ള ആക്ടിവിറ്റീസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത സ്റ്റോറീസ് മനസ്സിലാവില്ല അല്ലേ. നല്ല സ്റ്റോറി അല്ലേ. അപ്പം നന്നായി മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ. അടുത്ത വീഡിയോയിൽ ടീച്ചർ അടുത്ത ഭാഗം എടുക്കുന്നതായിരിക്കും. താങ്ക് യു.